പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഞാൻ ഈ വർഷത്തെ ആദ്യത്തെ ദിവസം തന്നെ നിങ്ങളോടൊരു കാര്യം പറയാം. എല്ലാവരും ഇതൊന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. നിങ്ങൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന വ്യത്യസ്ത എക്സാമുകൾക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷേ നിങ്ങൾ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ഈ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്കിടയിൽ വല്ലാതെ ഒരു കോമ്പറ്റീഷൻ ഇന്ന് നിലനിൽക്കുന്നുണ്ട്. അപ്പം ഇവിടെ കൂടുതൽ സ്റ്റുഡൻസ് ജോയിൻ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അതിനാവശ്യമായിട്ടുള്ള ഒന്നാണ് പ്രൊമോഷൻ. ഈ പ്രൊമോഷന്റെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒരു സംഗതിയാണ് ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച ഇത്ര സ്റ്റുഡൻസ് റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റാങ്ക് ടോപ്പ് ആയിരുന്നാലും താഴെ ആയിരുന്നാലും അവർ നല്ല രീതിയിൽ അതിനെ ആഘോഷിക്കുന്നുണ്ടാകും, സന്തോഷം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോസ്റ്ററുകൾ ക്രിയേറ്റ് ചെയ്യും, വീഡിയോകൾ ക്രിയേറ്റ് ചെയ്യും, എല്ലാം നല്ലതാണ്. നമ്മൾ ഒരുപാട് സന്തോഷവാന്മാരാണ്. പക്ഷേ നിങ്ങൾ അത്തരത്തിൽ ഫോട്ടോകൾ കൊടുക്കുന്ന സമയത്ത് ആ റാങ്ക് ലിസ്റ്റ് ആഘോഷിക്കപ്പെടുന്ന സമയത്ത് ഒരുപക്ഷെ ആ പോസ്റ്ററുകൾ നിങ്ങൾ സ്റ്റാറ്റസ് ആക്കി വെച്ചേക്കാം, ഫാമിലി ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്ത് വെച്ചേക്കാം. കാരണം നിങ്ങളുടെ സന്തോഷം കൊണ്ടാണ്. പക്ഷെ ഒരു കാര്യം ആലോചിക്കേണ്ടതുണ്ട്. ഒരു പക്ഷേ ആ ഒരു ജോലി നിങ്ങൾക്ക് ലഭിച്ചില്ല എങ്കിൽ അത് നിങ്ങളെ മാനസികമായിട്ട് ഒരുപാട് വേദനിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഞാൻ ഒരു കാര്യം പറയാം. കേരള PSCയിൽ 20 ഒഴിവുകൾ വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ 20 റാങ്കിലുള്ളവർക്ക് ജോലി ലഭിക്കില്ല എന്നത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. കാരണം PSCക്ക് വർഷങ്ങളായി പാലിച്ചു വരുന്ന ഒരു റൊട്ടേഷൻ ചാർട്ട് ഉണ്ട്. ആ റൊട്ടേഷൻ ചാർട്ട് അനുസരിച്ചാണ് നിയമനങ്ങൾ നടക്കുന്നത്. അപ്പോൾ അത് അനുസരിച്ചുകൊണ്ട് 100 ഒഴിവുകൾ വരികയാണെന്നുണ്ടെങ്കിൽ 50% ഓപ്പൺ കോമ്പറ്റീഷൻ ആയിട്ട് മെറിറ്റ് അടിസ്ഥാനമാക്കി നേരെ വരും. ബാക്കി 50 ഒഴിവുകൾ BC ആയിട്ടായിരിക്കും, അതായത് ഈ റിസർവ്ഡ് കോമ്പറ്റീഷൻ ആയിട്ടായിരിക്കും പോകുന്നത്. നിലവിൽ ഈ 50 ഒഴിവുകൾ ഓപ്പൺ കോമ്പറ്റീഷനിൽ തന്നെ 10%ഓളം ജനറൽ കാറ്റഗറിയിൽ തന്നെയുള്ള എക്കണോമിക്കലി വീക്കർ സെക്ഷനുകൾ, അതായത് 9, 19, 29, 39 എന്നിങ്ങനെ ഒഴിവുകൾ പോകുന്നുണ്ട്. ഞാൻ റൊട്ടേഷൻ ചാർട്ട് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ചെറുതായിട്ടൊന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞുതരാം. അതായത് എത്ര ഒഴിവുകൾ വന്നാലും ഇപ്പം 100 ഒഴിവ് വന്നാൽ 200 ഒഴിവ് വന്നാലും PSC 20 ഇതുള്ള ഒരു യൂണിറ്റ് ആക്കി മാറ്റും. അതായത് 20, 40, 60, 80 ഇങ്ങനെ 20 എണ്ണമാണ് ഉൾപ്പെടുത്തുന്നത്. സോ അപ്പം 35 ഒഴിവാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ യൂണിറ്റിൽ 20, രണ്ടാമത്തെ യൂണിറ്റിൽ 15 ഇങ്ങനെയായിരിക്കും. സോ അപ്പോൾ ആദ്യത്തെ 20 യൂണിറ്റ് എങ്ങനെയാണ് പോകുന്നതെന്ന് നോക്കാം. ഈ 20 യൂണിറ്റിൽ ആദ്യത്തെ 10 എണ്ണം ഓപ്പൺ കോമ്പറ്റീഷൻ, പിന്നെ 10 എണ്ണം റിസർവ്ഡ് കോമ്പറ്റീഷൻ, ഈ രീതിയിലാണ് പോകുന്നത്. സോ വ്യക്തമായിട്ട് കേൾക്കുക. അപ്പം ഈ 20 എണ്ണത്തിൽ തന്നെ 9, 19 എന്നിങ്ങനെ 2 ടേണുകൾ വരുന്നത് എക്കണോമിക്കലി വീക്കർ സെക്ഷൻ, ജനറൽ തന്നെ എക്കണോമിക്കലി വീക്കർ സെക്ഷൻ ആയിട്ടുള്ള ആളുകൾക്കാണ്. സോ ഇത് ഓപ്പൺ കോമ്പറ്റീഷനിലെ 10 എണ്ണത്തിൽ നിന്നുമാണ് ഈ 2 എണ്ണം പോകുന്നത്. സോ അതായത് ഒരു ലിസ്റ്റ് നിങ്ങൾ പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ ലിസ്റ്റിൽ 1 മുതൽ 20 ഒഴിവുകൾ ഉണ്ട് എന്ന് നിങ്ങൾ ചിന്തിക്കുക. 20 അല്ലെങ്കിൽ 20 കൂടുതൽ ഒഴിവുകളുണ്ട്. ഓക്കെ. അപ്പം അതിൽ 1 മുതൽ 8 വരെ ഉള്ളവർക്ക് തീർച്ചയായിട്ടും ജോലി കിട്ടും എന്ന് നമുക്ക് പറയാൻ കഴിയും. എന്നാലും ഒരു കാര്യം നോക്കുക, പുതിയ നോട്ടിഫിക്കേഷനാണ്, പുതിയ എക്സാം ആണെങ്കിലാണ് ഇങ്ങനെ വരുന്നത്. അതല്ല എങ്കിൽ പിന്നെയും TPO ആയിട്ട്, അതായത് പഴയ മാറ്റി വെച്ചിട്ടുള്ള ഒഴിവുകളുണ്ടെങ്കിൽ, ഏതെങ്കിലും കാറ്റഗറി ഫില്ല് ചെയ്യാതെ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഒഴിവില്ലാത്തത് കൊണ്ട്, അപ്പോൾ അത് ഈ ലിസ്റ്റിൽ നിന്ന് തന്നെയാണ് പോകുന്നത്. പക്ഷെ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ ആദ്യത്തേന്നൊന്നും പോകില്ല. ചിലപ്പം ഒരുപാട് റാങ്ക് പിന്നിൽ നിന്നൊക്കെ ആയിരിക്കും പോകുന്നത്. പിന്നെ NGD ഒഴിവുകളുണ്ട്, അങ്ങനെയുള്ള DA ഒഴിവുകളുണ്ട്. അതൊക്കെ മാറ്റിവെക്കപ്പെട്ട ഒഴിവുകളുണ്ടെങ്കിൽ അതൊക്കെ ഫില്ലാവും. പുതിയ ഒരു നോട്ടിഫിക്കേഷൻ, പുതിയ ഒരു റിക്രൂട്ട്മെന്റ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന രീതിയിലായിരിക്കും. 1 മുതൽ 8 വരെയുള്ളവരെ ഓപ്പൺ കോമ്പറ്റീഷനിൽ മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ 1, 2, 3, 4, 5, 6, 7, 8 ഈ 8 പേർ ഓപ്പൺ കോമ്പറ്റീഷനിലായിരിക്കും പോകുന്നത്. പിന്നെ 2 ഒഴിവുണ്ട്. 20 ഒഴിവിൽ 10 ഒഴിവാണ് ഓപ്പൺ കോമ്പറ്റീഷൻ. ഈ 2 ഒഴിവ് എക്കണോമിക്കലി വീക്കർ സെക്ഷനിലാണ്, അതായത് 9ഉം 19ഉമായിട്ടുള്ളത്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലിസ്റ്റിൽ ഏറ്റവും ടോപ്പിലുള്ള എക്കണോമിക്കലി വീക്കർ സെക്ഷനുള്ള ആളാണ്. ഈ ലിസ്റ്റിൽ ഏറ്റവും ടോപ്പിലുള്ള EWS. അത് ചിലപ്പോൾ 9ാമത് തന്നെ വരാം, ചിലപ്പോൾ 10 വരാം, ചിലപ്പോൾ 30 വരാം, ചിലപ്പോൾ 40 വരാം, ചിലപ്പോൾ സപ്ലിമെന്ററി വരാം. അതായത് ലിസ്റ്റ് ചെറുതാവുന്നതിനനുസരിച്ച് സപ്ലിമെന്ററിയിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ടാകും. ഓക്കെ. ലിസ്റ്റ് വലുതാണെന്നുണ്ടെങ്കിൽ മെയിൻ ലിസ്റ്റിൽ തന്നെ നിൽക്കാനും പറ്റും. എന്തായിരുന്നാലും എവിടെയായിരുന്നാലും ആരാണോ ആദ്യത്തെ ടോപ്പ് റാങ്കിലുള്ള എക്കണോമിക്കലി വീക്കർ സെക്ഷൻ അയാൾക്കാണ്. അടുത്തത്
ഈ ലിസ്റ്റിൽ രണ്ടാമത് നിൽക്കുന്ന എക്കണോമിക്കൽ വീക്കർ സെക്ഷൻ ആണോ ആൾക്ക് കൊടുക്കും. ഓക്കെ. ഈ രീതിയിൽ ആ ഒരു 10 കോളങ്ങളും ഫില്ല് ചെയ്തു. ഓക്കെ. ഇനി അടുത്തത് ബിസി ആണ് നോക്കുന്നത്. സോ നമ്മൾ 1 മുതൽ 8 വരെ നേരെ ഫില്ല് ചെയ്ത് വന്നിരിക്കുകയാണ്. ഇതിന് ശേഷമുള്ളത് അതൊക്കെ രണ്ടാമത്തെ ടേൺ ഈഴവ, ബില്ലവ, തീയ. പിന്നെയാണ് റിസർവേഷൻ ടേൺ ഫില്ല് ചെയ്യുന്നത്. ഈഴവ, ബില്ലവ, തീയ. ഈ 8ന് ശേഷം ആരാണോ ആദ്യം കിടക്കുന്നത് ഈഴവ, ബില്ലവ, തീയ നോക്കും. പിന്നെ എസ്.സി നോക്കും. പിന്നെ മുസ്ലിം നോക്കും. ഈ രീതിയിൽ ആ റൊട്ടേഷൻ ചാർട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അങ്ങനെയാണ് ഫില്ല് ചെയ്ത് പോകുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ഈ റൊട്ടേഷൻ ചാർട്ട് നോക്കുന്ന സമയത്ത് നമ്മൾ ഈ കാറ്റഗറിയിലെ ടോപ്പിൽ വരണം. അപ്പോൾ അത് ഒരു ചാലഞ്ചിങ് ആണ്. നമുക്ക് മുന്നിൽ ആരും ഇല്ലാതിരിക്കുന്നതൊക്കെ അല്ലെങ്കിൽ കൂടുതൽ പേരില്ലാതിരിക്കുന്നത് അതൊക്കെ PSCയെ സംബന്ധിച്ച് 0.33 മാർക്കിന്റെ വ്യത്യാസത്തിലൊക്കെയാണ് നിങ്ങളുടെ മുന്നിൽ ആള് വരുന്നതും ജോലി കിട്ടാതിരിക്കുന്നതൊക്കെ. അവിടേക്ക് ഒരു വലിയ ഭാഗ്യമുണ്ട്. പിന്നെ മറ്റൊരാൾക്ക് ഒരു ജോലി കിട്ടിപ്പോകുന്നതും അതൊക്കെ തന്നെ നിങ്ങളുടേതായിട്ടുള്ള തീർച്ചയായിട്ടും PSCയിൽ ജോലി കിട്ടുക എന്നുള്ളത് ഒരു എന്താ പറയുക കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യവും അതുപോലെ തന്നെ ഒരു ചാലഞ്ചിങ്ങും ആണ്. അതായത് വേക്കൻസി കുറവുള്ള പോസ്റ്റുകളൊക്കെയാണെന്നുണ്ടെങ്കിൽ കൂടുതലും വേക്കൻസി കുറവുള്ള പോസ്റ്റുകളൊക്കെ തന്നെയാണ് വരാറുള്ളത്. നമ്മൾ വിചാരിക്കും പോലെ ജനറൽ എക്സാമുകളിൽ മാത്രമാണ് ഒരുപാട് ഒഴിവുകൾ വരാറുള്ളത് എന്നുള്ളതൊക്കെ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ തന്നെയാണ്. അപ്പം വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഈ ഒരു മത്സരത്തിൽ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കണം. അപ്പോൾ റാങ്കുകൾ ആഘോഷിക്കുന്നതിന് പകരമായിട്ട് തീർച്ചയായിട്ടും നമുക്ക് കിട്ടുന്ന അഡ്വൈസ് അല്ലെങ്കിൽ നമുക്ക് ജോലി കിട്ടിയതിന് ശേഷം നന്നായി ആഘോഷിക്കുക. അത് എല്ലാവരിലേക്കും പറയുക. ഇതൊക്കെ തന്നെയായിരിക്കും നല്ല തീരുമാനം. കാരണം എന്തും സംഭവിക്കാനുള്ള ഒരു സാധ്യതയാണ് ലിസ്റ്റിലുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾ റൊട്ടേഷൻ ചാർട്ട് എഴുതി നോക്കണം. ഈ റൊട്ടേഷൻ ചാർട്ട് കൃത്യമായിട്ട് എഴുതി നോക്കിയിട്ട് നിങ്ങൾക്ക് കിട്ടുവാനുള്ള സാധ്യത 100% ഉണ്ടെങ്കിൽ നിങ്ങൾ ആഘോഷിക്കാം. അല്ല എങ്കിൽ കിട്ടാൻ സാധ്യത മുന്നിൽ കാണുന്നില്ല എങ്കിൽ അത്തരത്തിലുള്ള ആഘോഷങ്ങൾ ഒഴിവാക്കുന്നതാണ് എപ്പോഴും നിങ്ങളുടെ മാനസികാരോഗ്യത്തിനൊക്കെ നന്നായിട്ടുള്ളത് എന്നാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഓക്കെ. ഈ ഒരു കാര്യം ഒന്ന് പ്രത്യേകം മനസ്സിൽ ഓർത്ത് വെക്കുക. ഓക്കെ. എന്നാൽ മറ്റൊരു വീഡിയോയിലൂടെ കാണാം. പിന്നെ ട്രേഡ്സ്മാൻ ഫിറ്ററുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ട്രേഡ്സ്മാൻ പ്ലംബറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ഡെമോ അഡ്വൈസ് ചാർട്ട് ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. ആർക്കെങ്കിലും അതിനെ പറ്റിയിട്ട് എന്തെങ്കിലും അറിയാനുണ്ടെന്നുണ്ടെങ്കിൽ ഡിലീഷൻ ഒന്നും നോക്കാതെയാണ് റെഡിയാക്കിയിട്ടുള്ളത്. എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാനുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി. ഞാനത് നിങ്ങൾക്ക് അയച്ചു തരാം ട്ടോ. ഓക്കെ. താങ്ക് യു.